തിരുവനന്തപുരത്തെ വലിയ ടൗണുകളിലൊന്നായ പോത്തൻകോട് ടൗണിനടുത്ത് 4.5 സെന്റിൽ 1830 സ്ക്വയർ ഫീറ്റിൽ താഴെ 2 ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂമും കൂടാതെ 2 കാറുകൾക്കും പാർക്ക് ചെയ്യാൻ പറ്റുന്ന വീടാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് 80 ലക്ഷം രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഇവിടെ കവേഡ് ആയിട്ടുള്ള കാർ പാർക്കിംഗ് ഉണ്ട്. ഇവിടെ ആയിട്ടൊരു കാറും പാർക്ക് ചെയ്യാം. 2 കാറുകൾ സുഖമായിട്ട് പാർക്ക് ചെയ്യാം. ഇതാണ് സിറ്റ് ഔട്ട് ഏരിയ, വലിയൊരു സിറ്റ് ഔട്ട് ഏരിയ കൊടുത്തിരിക്കുന്നത്. ഈ വീട്ടിൽ ഡബിൾ ഡോർ നൽകിയിരിക്കുന്നത് നമ്മൾ നേരെ വരുന്ന ലിവിംഗ് ഏരിയയിലേക്കാണ്. ഇവിടെ TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. മുകളിൽ സിമ്പിൾ ആയിട്ടുള്ള സീലിംഗ് ചെയ്തിട്ടുണ്ട്, സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ WPC പാനൽ കൊടുത്ത് പാനൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ഫുൾ പോയിന്റ് ലൈറ്റൊക്കെ കൊടുത്തിരിക്കുകയാണ്. താഴെയും സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. വലിയ ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 160/80 സൈസുള്ള ടൈൽസാണ്. അതുപോലെ ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. ഇവിടെ ഇൻവെർട്ടർ വയ്ക്കാം, അല്ലെങ്കിൽ നമുക്കൊരു സ്റ്റഡി ഏരിയ ഒക്കെ ആക്കിയെടുക്കാം, അല്ലെങ്കിൽ അയൺ ടേബിൾ അയൺ ചെയ്യാൻ വേണ്ടിയുള്ള ഏരിയ എടുക്കുക. അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ ആയിട്ട്. ഇനി നമുക്ക് നേരെ ഇവിടുത്തെ ഡൈനിങ് ഏരിയയിലേക്ക് വരാം. ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ ഡൈനിങ് ഏരിയയിലേക്ക് വരുന്നത്. ഡൈനിങ് ഏരിയയിലും അതേപോലെ ടൈലിനെ യൂസ് ചെയ്തിരിക്കുന്നത്. വലിയ ടൈൽസാണ്. മുകളിൽ സിമ്പിളായിട്ടുള്ള സീലിംഗ് ചെയ്തിട്ടുണ്ട്, സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് വാഷിംഗ് യൂണിറ്റ് ഏരിയ. സെറയുടെ ഫിറ്റിംഗ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ടാപ്പൊക്കെ ജാഗ്വറാണ്. ഇവിടെയും സ്റ്റോറേജ് സ്പേസ് കാണാം. ഒരു കൗണ്ടർ ടോപ്പ് നോക്കുമ്പോൾ ടേബിൾ ടോപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് വലിയ മിറർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ടവൽ റോഡ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് വരാം. ഒരു ഓപ്പൺ കിച്ചൺ നൽകിയിരിക്കുന്നത്. ഇവിടെ എല്ലാം പോയിന്റ് ലൈറ്റ് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ ആയിട്ട് സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറാണ്. അത് നീറ്റായിട്ട് ചെയ്തിരിക്കുന്നത്. അതിന് അടിയിലായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് വലിയൊരു ടോൾ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. പുള്ളി യൂണിറ്റാണ്. ഈ ഓപ്പൺ കിച്ചൻ്റെ അകത്തേക്ക് വരുമ്പോൾ ഇവിടെ ആ വലിയ ടൈൽസ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ബേസ് ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. എല്ലാം സോഫ്റ്റ് ക്ലോസ് ഒക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് ചിമ്മിനി കൊടുത്തിട്ടുണ്ട്. അതുപോലെ മുകളിലായിട്ട് നോക്കുകയാണെങ്കിലും മൊത്തത്തിൽ അപ്പർ ക്യാബിനറ്റ് കൊടുത്തിരിക്കുകയാണ്. ഈ ഒരു ഭാഗത്തായിട്ട് ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഫ്രിഡ്ജിൻ്റെ സ്ഥാനം. വലിയൊരു ഫ്രിഡ്ജ് വയ്ക്കാൻ സുഖമായിട്ട് വലിയൊരു ഫ്രിഡ്ജ് വയ്ക്കാൻ പറ്റുന്നതാണ്. ഇവിടെ എല്ലാം കബോർഡ് കൊടുത്തിട്ടുണ്ട്. ടൈൽ ക്ലാഡിംഗ് എല്ലാം നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് സിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഒരു പ്രോ ലിഫ്റ്റ് കബോർഡ് കൊടുത്തിട്ടുണ്ട്. അതെങ്കിലും ബ്രാൻഡഡ് മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ട്രേ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി പുറത്തായിട്ട് വർക്ക് ചെയ്ത് ചെയ്യണമെങ്കിൽ അതിനുള്ള സ്പേസും ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി റൂമിലെ കാഴ്ചകളിലേക്ക് പോകും. ഇതാണ് ഈ വീട്ടിലെ ഫസ്റ്റ് ബെഡ്റൂം. ഈ ഫോയർ എന്നാണ് റൂമിലേക്ക് വരുന്നത്. ഒരു പ്രൈവസി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ വലിയ ബെഡ്റൂമാണ്. ഇവിടെ 4x2 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എപ്പോക്സി നൽകിയിട്ടുണ്ട്. മുകളിൽ നോക്കുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള സീലിംഗാണ് കൊടുത്തിരിക്കുന്നത്. വലിയ സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. വാമായിട്ട് ലൈറ്റും അകത്ത് കൊടുത്തിട്ടുണ്ട്. 2 വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ഒരു 3 ഡോറുകളുള്ള വാർഡ്രോബാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ആയിട്ട് നൈറ്റ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി വാഷ്റൂം അറ്റാച്ച്ഡ് ആണ്. നോക്കുകയാണെങ്കിൽ ഫിറ്റിംഗ്സ് ഒക്കെ REKയും ജാഗ്വറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സീലിംഗ് ഹൈറ്റോളം ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. അവിടെ ആയിട്ട് ഹീറ്ററിന് പ്ലഗ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. എക്സോസ്റ്റ് ഫാൻ കൊടുത്തിട്ടുണ്ട്. വലിയ വിൻഡോയെ കൊടുത്തിരിക്കുന്നത്. എല്ലാം നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ പ്രത്യേകിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇനി രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകും. ഇതാണ് ഈ വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂം. ഈ രണ്ടാമത്തെ ബെഡ്റൂം നോക്കുകയാണെങ്കിൽ സ്പേസുള്ള ബെഡ്റൂം തന്നെയാണ്. ഇവിടെയും വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. വലിയ വാർഡ്രോബ് തന്നെ കൊടുത്തിരിക്കുന്നത്. മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. മുകളിൽ സിമ്പിൾ ആയിട്ടുള്ള സീലിംഗ് ചെയ്തിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ തന്നെ വലിയ വാർഡ്രോബ് തന്നെയാണ്. ഇനി ഇവിടെ ആയിട്ട് വാഷ്റൂം അറ്റാച്ച്ഡ് ആണ്. ഇപ്പം ഈ ഫിനിഷിംഗ് സാധനങ്ങളൊക്കെ എല്ലാം ഇവിടെ വെച്ചിരിക്കുകയാണ്. പെയിൻറ്റും അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിരിക്കുകയാണ്. ഇവിടെ ഫിറ്റിംഗ്സ് ഒക്കെ ജാഗ്വറും REKയും യൂസ് ചെയ്തിരിക്കുന്നത്. നീറ്റായിട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ 2 ബെഡ്റൂം മുകളിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ അപ്സ്റ്റെയറിലേക്ക് പോകും. അപ്സ്റ്റെയറിലേക്ക് വരുമ്പം ഇതെല്ലാം തടിയുടെ ഹാൻഡ് റെയിൽസാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിയെല്ലാം GE ട്യൂബാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ട്രെഡ് ഗ്രാനൈറ്റും റൈസർ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ മുകളിലേക്ക് പോകും. മുകളിലേക്ക് ഇവിടെ ആയിട്ട് ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പുറകിലായിട്ട് 4 പർഗോൾ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ ആയിട്ട് സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരെ വരുന്നത് അപ്പർ ലോഞ്ചിലേക്കാണ്. ഈ അപ്പർ ലോഞ്ചിൽ നേരെ വരുന്നത് 2 റൂമുകളിലേക്കാണ്. താഴെ കണ്ടതുപോലത്തെ റൂം തന്നെയാണ്. നമുക്ക് ഈ റൂമിലേക്ക് വരാം. ഈ റൂം നോക്കുകയാണെങ്കിലും നല്ല സ്പേസ് റൂമാണ്. അതുപോലെ ഇവിടെയും വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെയും നൈറ്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഫിറ്റിംഗ്സ് എല്ലാം REKയും ജാഗ്വറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ പ്രത്യേകിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ വലിയ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ 4ാമത്തെ ബെഡ്റൂമിലേക്ക് പോകും. ഇതാണ് ഈ വീട്ടിലെ 4ാമത്തെ ബെഡ്റൂം. ഇവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 4x2 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വാഷ്റൂം അറ്റാച്ച്ഡ് ആണ്. ഇവിടെയും ജാഗ്വറിൻ്റെ REKയുടെ ഫിറ്റിംഗ്സ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കാണേണ്ടത് ഒരു ബാൽക്കണി ഉണ്ട്. കൂടാതെ തന്നെ ഒരു ഓപ്പൺ ടെറസ് ഏരിയ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകും. ഇതാണ് ഈ വീടിൻ്റെ ബാൽക്കണി ഏരിയ. വലിയൊരു ബാൽക്കണിയാണ്. ഇവിടെ മുകളിൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗ്ലാസ് പാർട്ടീഷനെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ബാൽക്കണി കൂടാതെ ഇവിടെ ആയിട്ടൊരു ഗസീബോ സ്പേസുണ്ട്. ഇതാണ് ഗസീബോ സ്പേസ്. ഇവിടെ 4-way ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ അപ്പോൾ നമുക്ക് GE ട്യൂബൊക്കെ കൊടുത്ത് വേണമെങ്കിൽ ഒരു പാറ്റിയോട് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ടോട്ടലി 4.5 സെന്റിൽ 1830 സ്ക്വയർ ഫീറ്റിൽ താഴെ 2 ബെഡ്റൂം മുകളിൽ 2 ബെഡ്റൂമുള്ള ഈ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് 80 ലക്ഷം രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഈ വീട് സ്വന്തമാക്കണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്.